ഭിന്നശേഷി കുട്ടികളുടെ നൈപുണ്യ കേന്ദ്രത്തിന് RSSൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ കേശവ ബലിറാം ഹെഡ്ഗേവറുടെ പേര് കൊടുത്തതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇന്നലെ DYFIയുടെ നേതൃത്വത്തിൽ ആ കേന്ദ്രത്തിലേക്ക് തന്നെ നടത്തിയിട്ടുള്ളതാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് RSS സ്ഥാപക നേതാവിൻ്റെ പേര് ഈ സ്ഥാപനത്തിന് നഗരസഭ നിശ്ചയിച്ചിട്ടുള്ളത്? ഇദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭാവന നൽകിയ ആളാണോ ഏതെങ്കിലും ഒരു രംഗത്ത്? നാം ഈ രാജ്യത്തിലെ ഓരോ മേഖലകളിലും സാംസ്കാരിക സാമൂഹിക മേഖലകളിലെല്ലാം പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കും റോഡുകൾക്കുൾപ്പെടെ നഗരങ്ങൾക്കുൾപ്പെടെ പേരുകൾ നിശ്ചയിക്കാറുണ്ട്. അതെല്ലാം ലോക ചരിത്രത്തിലും രാജ്യത്തിൻ്റെ ചരിത്രത്തിലും മഹത്തായ സംഭാവനകൾ നൽകിയ മഹാന്മാരുടെ പേരുകളാണ് നൽകാറുള്ളത്. അതെല്ലാം സ്വാഭാവികമായും ഇന്ന് നമ്മുടെ രാജ്യത്ത് കോർപ്പറേഷൻ, നഗരസഭ, ഗ്രാമപഞ്ചായത്തുകൾ, ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള സംസ്ഥാന ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള പദ്ധതികളിലെല്ലാം ഇത്തരം പേരുകൾ നൽകാറുള്ളത് പതിവാണ്. പക്ഷെ ഇവിടെ ഹെഡ്ഗേവറിൻ്റെ പേര് ഏത് വിഭാഗത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ വരിക? ഒരു തരത്തിലും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ യാതൊരു പങ്കും വഹിക്കാത്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1889 അദ്ദേഹത്തിൻ്റെ ജനനം. ഹൈദരാബാദുകാരനാണ്. പിന്നീടാണ് നാഗപ്പൂരിലേക്ക് കുടിയേറ്റം നടത്തിയത്. ആ 89 ശേഷം അദ്ദേഹം മരണപ്പെടുന്ന 1940 വരെയുള്ള കാലഘട്ടത്തിൽ, ഏകദേശം 51 വയസ്സിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം രാജ്യത്തിന് പ്രധാനമായും എന്ത് സംഭാവന നടത്തി? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ പോരാട്ടം കൊടുമ്പിരിക്കൊണ്ട കാലഘട്ടമായിരുന്നല്ലോ ഞാൻ ഈ പറഞ്ഞ കാലയളവ്, അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവ്. എവിടെയാണ് ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്? അദ്ദേഹം 10ാം ക്ലാസ് പഠനത്തിന് ശേഷം RSSൻ്റെ മറ്റൊരു സ്ഥാപക നേതാവായ ഡോക്ടർ മോഞ്ചയുടെ വീട്ടിലായിരുന്നു താമസം. അവിടെ നിന്നാണ് മെഡിക്കൽ പഠനം പൂർത്തിയാക്കി. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ തന്നെ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. 1918 അദ്ദേഹം സവർക്കറുമായി പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് ഡോക്ടർ മോഞ്ചയാണ്. സവർക്കറാണ് ഹെഡ്ഗേവറുമായി ആദ്യമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആശയം ചർച്ച നടത്തുന്നത്. ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആശയം സവർക്കറുമായി ചർച്ച നടത്തി എന്നത് മാത്രമല്ല, 1925 ഒരു വിജയദശമി ദിനത്തിലാണ് RSSൻ്റെ ജനനം. ആ RSSൻ്റെ സ്ഥാപക ദിനത്തിൽ അദ്ദേഹം ഇറ്റലിയിലെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായിരുന്ന മുസോളിനിയുടെ വേഷം ധരിച്ചാണ് ഈ ഹെഡ്ഗേവർ ആ ചടങ്ങിന് ശാഖാ ഉദ്ഘാടനത്തിന് യുവാക്കളെ രൂപപ്പെടുത്തി രാജ്യത്തിന് ദ്രോഹകരമായ തീവ്രവാദം നടപ്പിലാക്കുന്നതിനൊരു സംഘടന രൂപീകരിച്ച് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ പരിപൂർണമായും തകർക്കാനുള്ള ശ്രമത്തിന് തുടക്കം വെച്ച ഒരു രാജ്യദ്രോഹിയാണ് ഹെഡ്ഗേവർ. മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ സവർക്കർ ഗാന്ധിവധത്തിലെ 7ാം പ്രതിയാണ്. ഗാന്ധിവധത്തിലെ 7ാം പ്രതി 1918 ഇദ്ദേഹവുമായി ഈ പറഞ്ഞ ആശയം പങ്കുവയ്ക്കുക മാത്രമല്ല,
ഹെഡ്ഗേവറാണ് ആദ്യമായി സവർക്കർക്ക് ഒരു പിസ്റ്റൾ കൈമാറുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ ശേഷാദ്രി തന്നെ ആ ജീവചരിത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ തോക്കല്ലേ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്തത്.